അൽഫോൻസ് കണ്ണന്താനം ബി.ജെ.പി നേതാവ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, പുതിയ നേതാവ് എത്തുകയാണ്. കെ സുരേന്ദ്രന് പകരം ഇനി സംസ്ഥാന ബി.ജെ.പി നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ കേരളത്തിൽ എന്ത് മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നു? ചന്ദ്രശേഖർ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പാർലമെന്റ് ഉണ്ടായിരുന്നു കുറെ കാലം. എനിക്ക് ഏറ്റവും നല്ലൊരു ചോയ്സാണ്. കാരണം അദ്ദേഹത്തിന് വളരെ നല്ല അറിവുണ്ട്. ഒരു ബ്രില്യൻ്റ് ആളാണ്. വളരെ നല്ല അറിവുണ്ട്. ജനങ്ങളിലോട് ഒത്തുപഴകി നല്ലവണ്ണം ആശയങ്ങൾ സംഘടിപ്പിക്കാനും അത് പ്രവർത്തിമാക്കാനും എല്ലാം കഴിവുള്ള നല്ലയാളാണ്. പിന്നെ അദ്ദേഹം ടെക്നിക്കൽ നോളജ് എടുക്കുകയാണെങ്കിൽ ഒറിജിനൽ 486 എന്ന് പറയുന്ന ചിപ്പ്, കമ്പ്യൂട്ടർ ചിപ്പ് ഡിസൈൻ ചെയ്യുന്ന ടീമിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെ സഹമന്ത്രിയായിരിക്കുമ്പോൾ ധാരാളം നല്ല കാര്യങ്ങൾ, ഒത്തിരി പോളിസി കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ എല്ലാവരോടും ഒത്തുചേർന്ന് പോകാനും അവരെല്ലാം ബഹുമാനിക്കാനും എല്ലാം കഴിവുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. പിന്നെ അദ്ദേഹം ഒരു കാശുകാരനാണ്. അതുകൊണ്ട് അൽഫോൺസ് കണ്ണന്താനം, അങ്ങനെയുള്ള മേന്മകളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഈ ബി.ജെ.പിയുടെ സാന്നിധ്യമുണ്ടല്ലോ. ഇവിടെ എന്താണ്, NDAക്ക് ഘടകകക്ഷികളുണ്ട്. NDA ഘടകകക്ഷികളൊക്കെ തന്നെ എന്താണ്, എല്ലാവരും അസംതൃപ്തരാണ്. പിന്നെ കേരളത്തിലൊരു കമ്മ്യൂണൽ ഇക്വേഷൻസ് ഉണ്ട്. അവിടെ SNDP ആയാലും NSS ആയാലും ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബി.ജെ.പിയുടെ ആ ലക്ഷ്യമൊക്കെ തന്നെ പ്രാവർത്തികമാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ചില മിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പരുവപ്പെട്ട ഒരു സാഹചര്യം ഒരുക്കാനും അവരുമായിട്ടൊക്കെ തന്നെ അപ്പീലിംഗ് ആയി മുന്നോട്ട് പോകാനൊക്കെ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ? കാരണം BDJS ഒക്കെ തന്നെ അതൃപ്തരായി, അവരൊക്കെ ഒരു വേള ഈ മുന്നണി അങ്ങ് വിട്ടാലോ എന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ അസംതൃപ്തരായി നിൽക്കുന്ന, പിന്നെ BJP നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പിന്റെ ഒരു അതിപ്രസരം, അപ്പോൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അദ്ദേഹത്തിന് പോകാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? BJP വ്യത്യസ്തമായി ചിന്തിക്കേണ്ട സമയം വന്നിരിക്കുന്നു. കാരണം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ച് വോട്ട് ഷെയർ കൂടി. ഞാൻ തന്നെ BJP ചേർന്നപ്പോൾ BJPയുടെ വോട്ടിംഗ് പെർസെന്റ് വെറും 5.6% ആയിരുന്നത്. അത് അസംബ്ലി ഇലക്ഷൻ അത് 11% ആകുകയും പാർലമെന്റ് ഇലക്ഷൻ അത് 16% ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും ശതമാനം ഒന്നും പോരാ വിജയത്തിന്. നമ്മളൊരു 35% വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ക്രിട്ടിക്കൽ മാസ് ആവുള്ളൂ. 25% വന്നാൽ പിന്നെ നമുക്കൊരു 10% ഇവിടെ മേക്കപ്പ് ചെയ്യാം. അതിനൊക്കെ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു കരിസ്മ ഉള്ള നേതാവാണ്, അറിവുള്ള നേതാവാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, ബ്രില്യൻ്റ് ആണ്. അബ്സല്യൂട്ട്ലി ഇന്റലക്ച്വലി ആണെങ്കിൽ, ബുദ്ധിപരമായി നോക്കുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആണ്. എല്ലാവരോടും ഒത്തുപോകാനുള്ള കഴിവുണ്ട്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യമുള്ള ഒരാളുമാണ് അദ്ദേഹം. ജീവിതത്തിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അദ്ദേഹം നല്ലൊരു സ്വന്തം കഴിവുകൊണ്ട് നല്ലവണ്ണം വ്യവസായമൊക്കെ കെട്ടിപ്പടുത്ത ആളാണ്. അതിനൊക്കെ ഉപരിയായി എല്ലാവരോടും ഒത്തുപോകാനുള്ള വലിയൊരു കഴിവ് രാജീവ് ചന്ദ്രശേഖരനുണ്ട്. തീർച്ചയായും അങ്ങനെ BJP ഗുണകരമാകട്ടെ, ആകുമെന്ന പ്രതീക്ഷയാണ് അൽഫോൺസ് കണ്ണന്താനം എന്ന മുതിർന്ന നേതാവ് നമ്മോട് പങ്കുവയ്ക്കുന്നത്.